പെരുമ്പളത്തെ പാലം. ആലപ്പുഴ നിവാസികളുടെ ഇന്നത്തെ സന്തോഷ ദിനം ആകുന്നത് ഈ പെരുമ്പളം പാലം നാടിന് സമർപ്പിക്കപ്പെടുന്നതോടുകൂടിയാണ്. ഇന്ന് 11 മണിക്കാണ് മുഖ്യമന്ത്രി പെരുമ്പളം പാലം നാടിന് സമർപ്പിക്കുന്നത്. കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളം പാലം. മറ്റൊന്ന്, ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ ആലപ്പുഴയ്ക്ക് ഇന്ന് രണ്ടുണ്ട് വിശേഷം. ഒന്ന്, പെരുമ്പളം പാലം നാടിന് തുറന്നു കൊടുക്കുന്നു. രണ്ട്, ഏറെ നാളായി പണിയുണ്ടായിരുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡും തുറന്നു കൊടുക്കുന്നു. അർജുൻ മട്ടന്നൂരും മനീഷ് മഹിപാലുമുണ്ട് ആലപ്പുഴയിൽ. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ, ആ പാലത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ നന്നായി വിവരിച്ചതാണ്. ആ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അക്കരക്കരയിൽ നിന്ന് പെരുമ്പളം നിവാസികൾക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഈ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരണമെങ്കിൽ ഒന്നുകിൽ തോണി തുഴഞ്ഞ് വരണം, ഇല്ലെങ്കിൽ നീന്തി വരണം. അതായിരുന്നു അവസ്ഥ. ആ അവസ്ഥ മാറി ആ മനുഷ്യരിപ്പോൾ അഭിമാനത്തോടു കൂടി ഒരു നാടിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. മമ്മൂട്ടി പറഞ്ഞതുപോലെ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കൈ പോലെ ഒരു പാലം വരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ജീവിതത്തെയാണ് മാറ്റാൻ പോകുന്നത്. മനോഹരമായ പാലം, കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗി അല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇവിടെ വന്നാൽ മാത്രമേ ഈ നാട്ടുകാരുടെ ഒരു സന്തോഷം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം പതിറ്റാണ്ടുകളുടെയോ നൂറ്റാണ്ടുകളുടെയോ കാത്തിരിപ്പ് എന്നൊക്കെ പറയാം. ഈ പെരുമ്പളം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്താണ്. ഏതാണ്ട് 12,000-ലധികം ആളുകൾ അധിവസിക്കുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ സ്കൂളുകളുണ്ട്, പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്കൊന്നും മാത്രമില്ല. അത് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു പാലമാണ്. അത് എത്രയോ കാലമായുള്ള കാത്തിരിപ്പാണ്. ഒരു ഭാഗത്ത് എറണാകുളം ജില്ലയാണ്, മറ്റൊരു ഭാഗത്ത് കോട്ടയം ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററിലധികം, കൃത്യമായി പറഞ്ഞാൽ 1155 മീറ്റർ നീളമുള്ളൊരു പാലമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2016-17 കാലത്തെ ബജറ്റിലാണ് ആദ്യമായി ഇങ്ങനൊരു പദ്ധതി ആരംഭിക്കുന്നത്. അതിനുശേഷം കിഫ്ബിയിലെ 100 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ജങ്കാറിലൊക്കെ തന്നെയാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെ പുറംലോകവുമായി ബന്ധപ്പെടാൻ പലരും പറഞ്ഞു, ഈ രാത്രി 10 മണി കഴിഞ്ഞാൽ പുറം ലോകത്തേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ വരാൻ യാതൊരു മാർഗവുമില്ലാത്ത ഒരു നാടിനാണ് ഇപ്പോൾ ഒരു പാലം ഉണ്ടായിരിക്കുന്നത്. ആ നാട്ടുകാരുടെ സന്തോഷം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. ചേട്ടാ, വലിയൊരു കാത്തിരിപ്പ് അല്ലേ? ഇത് തോന്നുന്നു ഇപ്പോൾ എങ്ങനെ വല്ല പാതിരാത്രിയിലും പോയി വരല്ലോ. നേരത്തെ വഞ്ചി പിടിച്ചൊക്കെ പോകണമായിരുന്നു. ഇവിടെ കൂടുതലും വഞ്ചിയായിരുന്നു ആശ്രയം പെരുമ്പളക്കാർക്ക്. ആദ്യകാലങ്ങൾ വഞ്ചി, പിന്നെ എമഹേ, പിന്നെ ഈ അടുത്ത് തന്നെ ബോട്ട് വന്ന്, ഇപ്പോൾ പാലവും കൂടിയായി. മറ്റൊരു കാര്യം, ഈ കുട്ടികളുടെ ഒരു സന്തോഷമാണ്. സാധാരണ ഈ ജങ്കാറിലും മറ്റും പോയിക്കൊണ്ടിരുന്ന അവർ സൈക്കിൾ എടുത്ത് ഏതാണ്ട് രാവിലെ 5 മണി മുതലൊക്കെ തന്നെ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പാലം? ഞാൻ ശ്രദ്ധിക്കായിരുന്നു, കുറെ നേരമായി നിങ്ങൾ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപ്പം പാലം, ദിവസവും വരാറുണ്ട്. ഞങ്ങൾ രാവിലെ എപ്പോഴും കഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്തുനിൽക്കും. സാധാരണ എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വന്നത്? അരുൺകുമാർ, അങ്ങനെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ പാലമാണ്. ഇങ്ങനെ മഴവിൽ പാലം എന്നൊക്കെ തന്നെ പറയാം. അത്തരത്തിൽ വേമ്പനാട്ട് കായലാണ്. ഈ കായലിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഒരു ദ്വീപ്. ആ ദ്വീപിൽ ഈ പറഞ്ഞതൊരു പഞ്ചായത്താണ്. ഏതാണ്ട് 14 വാർഡുകളുള്ളൊരു വലിയ പഞ്ചായത്താണ്. അവിടെ 12,000-ലധികം ആളുകളുണ്ട്. സാധാരണ അവർ പോകുന്നത് തോണിയിലൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ജങ്കാറിലാണ് അവർ പോകുന്നത്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ചികിത്സ കിട്ടാതെ മരിച്ച നിരവധി പേരുണ്ട് അവരുടെ മുൻ തലമുറകളിൽ. ഇത്തരത്തിൽ മരണവും പ്രസവവും ഒക്കെ തന്നെ ഈ കായലിന് നടുവിൽ സംഭവിച്ച പല കഥകൾ ഈ നാട്ടുകാർക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരു നാടിനാണ് ഇപ്പോൾ ഒരു വലിയ ചരിത്ര നിമിഷമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 11 മണിക്കാണ് ഇത് നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. രാവിലെ മുതൽ ഈ ഇത്തരത്തിൽ മാരത്തോണൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ആഘോഷത്തിലാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം. എനിക്ക് പിന്നിൽ കാണുന്നത് കൂടി ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ പാലമാണ്. 11 മീറ്ററാണ് ഈ പാലത്തിന്റെ വീതി. വളരെ ഏകദേശം 1 കിലോമീറ്റർ, നല്ല വീതിയുള്ള 1115 മീറ്റർ നീളത്തിൽ 11 മീറ്റർ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പാലമാണ്. കേരളത്തിലെ കായലുകളിൽ ഏറ്റവും മനോഹരമായ, കായലിന്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് ഉഷാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു പെരുമ്പളം പാലത്തിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക്. തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ പ്രേക്ഷകർ 11 മണിക്ക് നൽകുകയും ചെയ്യും. നമുക്കിപ്പം മനീഷുണ്ട്. മനീഷ, പെരുമ്പളം പാലം തന്നെ ആലപ്പുഴയ്ക്ക് ഇരട്ടി മധുരമാണ്.
ഒരു മധുരം പെരുമ്പളം പാലമാണെങ്കിൽ മറ്റൊരു മധുരം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൂർണ്ണമായിട്ടും പബ്ലിക്കിന് തുറന്നു കൊടുക്കുകയാണ്. അതിന് ഉദ്ഘാടനം കൂടിയുണ്ട് നവീകരിച്ച റോഡിൻ്റെ. അതോടുകൂടി എനിക്ക് തോന്നുന്നു യാത്ര സുഗമമാകും. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചും വളരെ അനായാസം ചങ്ങനാശ്ശേരിയിലേക്കും കുട്ടനാട്ടിലേക്കും ഒക്കെ പോകാനുള്ളൊരു വഴിയാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. എപ്പോഴാണ് AC റോഡിൻ്റെ ഉദ്ഘാടനം, മനീഷ്? ഡോക്ടർ അരുൺകുമാർ, ഈ റോഡിന്റെ പ്രത്യേകത ഈ റോഡിൽ കൂടെ പോയ ആളുകൾക്ക് അറിയാം. അതായത് പച്ചയിൽ മഞ്ഞ് പുതിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കുട്ടനാടിന്റെ ഹൃദയത്തിലൂടെയുള്ള റോഡാണ്. 25 കിലോമീറ്റർ ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ റോഡാണ്. അത് ഈ റോഡിലൂടെ പോയാൽ അറിയാം അതിന്റെ ദൃശ്യ മനോഹാരിത. പക്ഷേ ഈ റോഡിൽ 2018 പ്രളയം എന്ന സമയത്ത് കുട്ടനാട് ഒറ്റപ്പെടാനുള്ള കാരണം ഈ റോഡിൽ വെള്ളം കയറി എന്നതായിരുന്നു. 2019 ഈ രീതിയിൽ വെള്ളം കയറി കുട്ടനാട്ടിലെ ആളുകളൊക്കെ തന്നെ പിന്നീട് ക്യാമ്പിലേക്ക് മാറ്റുന്ന രീതി ഉണ്ടായി. പക്ഷേ ഇപ്പോഴിതാ 2020 സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഒക്ടോബറിൽ ഇതിന്റെ പദ്ധതി ഉദ്ഘാടനവും ഡിസംബറിൽ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ആരംഭിച്ചു. ഊരാലുങ്കൽ ലേബർ സൊസൈറ്റി ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ 752 കോടി രൂപ ചെലവിലാണ് 25 കിലോമീറ്റർ പാലം നിർമ്മിച്ചത്. 18 ചെറുതും വലുതുമായ 18 പാലങ്ങളുണ്ട്. പള്ളാത്തുരുത്തി, നെടുമുടി, മുട്ടാർ, കിടങ്ങറ തുടങ്ങിയ 4 വലിയ പാലങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, അങ്ങനെ 100ഓളം കലുങ്കുകൾ അടക്കമുള്ള ഒരു വലിയ പാലമാണത്. കുട്ടനാട്ടുകാരുടെ സ്വപ്നമാണ്. ഇനി ഒരു പ്രളയം ഉണ്ടായാൽ പോലും ആളുകൾക്ക് റോഡിലൂടെ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കൂടി ആളുകൾക്ക് റോഡിലൂടെ പോകാൻ സാധിക്കും. അങ്ങനെ സഞ്ചാരം യോഗ്യമായ അതിമനോഹരമായ റോഡാണ്. അതിൽ കുട്ടനാട്ടിലെ AC റോഡിന്റെ ഉദ്ഘാടനമാണ്. അതെന്നാ ഉദ്ഘാടനം? ഒമ്പരയ്ക്ക് കാണുന്നു. സന്തോഷം. റോഡ് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അനുയോജ്യമായ ഒരു വീതി അല്ല ഇപ്പോൾ നിൽക്കുന്നത്. വീതിയില്ല, വീതി കുറഞ്ഞ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മേൽപ്പാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം പൊങ്ങിയ സ്ഥലത്തല്ല മേൽപ്പാലം വന്നേക്കുന്നത്. കിടങ്ങരയ്ക്ക് കിഴക്കോട്ടാണ് ഏറ്റവും കൂടുതൽ. കിടങ്ങരയ്ക്ക് തൊട്ട് പടിഞ്ഞാറും കിടങ്ങര പാലത്തിന് കിഴക്കോട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങിയിട്ടുള്ളത്. ഇപ്പം വന്നേക്കുന്ന എല്ലാം ഈ ഏരിയയിലാണ്, ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ പാലം വന്നത്. മൊത്തം പാലം കിഴക്കോട്ട് പാലമില്ലല്ലോ. അതിന്റെ ഒരു പാലം. പക്ഷെ റോഡ് നല്ല റോഡാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ്. അന്താരാഷ്ട്ര ശരി.